Dear students, welcome to all. Come back to our classroom cooperative law and third discussion session. The previous classes we discussed the history of cooperative legislative movement in India up to 19 Cooperative Societies Act 1912. Today we have discussed after the cooperative history of cooperative movement, legislative movement after 1912. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ് ഹിസ്റ്ററിയാണ്, കോപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയാണ്. 1912 വരെയുള്ള ആക്റ്റാണ് നമ്മൾ 1912 ആക്റ്റാണ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1912 ശേഷമുള്ള ആക്ട്. അപ്പോൾ ആദ്യമായിട്ട് 1912 ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നു. അതിനുശേഷം വന്നിരിക്കുന്ന കേസാണ് 1904 മെക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ട് ഓർ ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. നമുക്കറിയാം ഈ ഒരു കാലയളവ് എന്നുള്ളത് ഫസ്റ്റ് വേൾഡ് വാർ വരുന്ന ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലും അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിലും ഒരു സ്റ്റാഗ്നേഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ. അപ്പോൾ മെക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ട് 1914 എന്നാണ് പറയുന്നത്. ബാങ്കിങ് ക്രൈസിസും അതുപോലെ ഫസ്റ്റ് വേൾഡ് വാറും അത് രണ്ടും കൂടി എന്ത് ചെയ്തു, കോർപ്പറേഷൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്തു. അതുമാത്രമല്ല ഈ അഗ്രികൾച്ചറൽ മേഖലയിലൊക്കെയാണല്ലോ കൂടുതലും ഉണ്ടായിരുന്നത് കോർപ്പറേഷൻസ്. അപ്പോൾ അവരുടെ മെമ്പേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ എക്സ്പോർട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയും വന്നു. കാരണം വേൾഡ് വാറിൻ്റെ ബേസിലൊക്കെ ആ വാർ ടൈമിലൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കേസ് വന്നു. ക്യാഷ് ക്രോപ്സിൻ്റെ എക്സ്പോർട്ട് എഫക്റ്റ് ചെയ്തപ്പോൾ അതിന് അവരുടെ അഡ്വേഴ്സായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഓവർ ഡ്യൂ ഡെപ്റ്റ്സ് ഓഫ് ദ ലോൺ ഓഫ് പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റി, അതായത് ഓവർ ഡ്യൂ ഡെപ്റ്റ്സ് ഇൻക്രീസ് ചെയ്തു. അതാണ് ഈ ഒരു എഫക്റ്റ് കൊണ്ട് വന്നത്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർ എഡ്വാർഡ് മെക്ലെഗാൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ ആ അപ്പോയിൻമെൻറ്റിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ് നൽകുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എന്താണ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്? ആസ് റിഗാർഡ് ദ ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓഫ് ദ ഐഡിയാസാണ്. അതായത് നമ്മൾ ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് ഈ കോർപ്പറേഷൻസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ പറ്റിയിട്ട് പഠിക്കാനും അതിന് റെക്കമെൻഡേഷൻസ് നൽകാൻ വേണ്ടിയിട്ടുമാണ് എഡ്വാർഡ് മെക്ലഗാൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു കോപ്പറേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ചത് 1914. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരാണ് 3 ടയർ സ്ട്രക്ചറുള്ള കോപ്പറേറ്റീവ് സ്ട്രക്ചർ. ഇന്ന് നമുക്ക് കാണുന്ന, നിങ്ങൾ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സിൽ അത് പഠിച്ചിട്ടുണ്ട്. 3 ടയർ സ്ട്രക്ചർ, 2 ടയർ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോപ്പറേറ്റീവ് സ്ട്രക്ചറിന് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫെഡറൽ സ്ട്രക്ചർ. ഈ 3 ടയർ സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മെക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ടിലാണ്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം 1912 നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതേപോലെ ഫെഡറൽ ടൈപ്പ് സൊസൈറ്റിയൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ ഒരു കാലയളവിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ മദ്രാസ്, അല്ലെ കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ 1904, ദി ബോംബെ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1918, അതുപോലെ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബംഗാൾ, ബീഹാർ, ഒറീസ, പഞ്ചാബ്, അങ്ങനെ പല പല പ്രൊവിൻസുകളിലും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിൽ വന്നിരുന്നു. അല്ലെ കേരളത്തിലേക്ക് വരികയാണ്. നമ്മൾ മേജറായിട്ട് ഇതിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് സ്റ്റേറ്റിലെ കേസിൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ ട്രാവൻകൂർ സ്റ്റേറ്റിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു 1930. അത് നമ്മൾ കേരള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് പറയുമ്പോൾ
കൃത്യമായിട്ട് അതിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ എന്താണ് മൾട്ടി പേർപ്പസ് സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായിട്ട് മൾട്ടി പേർപ്പസ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് കൊടിനാട് താലൂക്ക്, അതായത് ഓൾഡ് ബറോഡ പ്രൊവിൻസിലെ കൊടിനാട് താലൂക്കിലാണ് ആദ്യമായിട്ട് മൾട്ടി പേർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ പല പല നേതാക്കന്മാരും, അതായത് കോപ്പറേറ്റേഴ്സും ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലേക്ക് അവരുടെ ഭാഗവാക്കാവുകയും അത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇൻക്രീസിന് ഗ്രോത്തിന് എന്ത് ചെയ്തു സാധ്യമാവുകയും ചെയ്തു. ഒരുപാട് പേരുകളുണ്ട്, VL മേത്ത, അതേപോലെ അങ്ങനെ വരുന്ന ഒരുപാട് കോപ്പറേറ്റേഴ്സ് എന്ത് ചെയ്തു ഈ കോപ്പറേറ്റീവ് മേഖലയിലേക്ക് കടന്നു വരികയും അവർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഒരു ഫ്യൂവലായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, ഒരു എനർജി ആയിട്ട് അതിനെ ഒരു ഇൻഡ്യൂസിങ് ഫോഴ്സായിട്ട് വർത്തിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഒരുപാട് വേൾഡ് വാറിന് ശേഷം, അതായത് നമ്മൾ ഒരുപാട് വേൾഡ് വാറിന് ശേഷം ലോകത്ത് ഒരുപാട് ഭക്ഷ്യക്ഷാമങ്ങളൊക്കെ തരുമ്പോൾ ഈ കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അത് കൂടുതൽ സഹായകമായി. ആദ്യം ഈ വേൾഡ് വാറിലെ ടൈമിന് അൺഫേവറബിൾ ആയിട്ടാണ് അതിൻ്റെ എഫക്റ്റ് വന്നതെങ്കിലും വാറിന് ശേഷമുള്ള ഭക്ഷ്യക്ഷാമവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഈ കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഗ്രോത്തിനെ എന്ത് ചെയ്തു സ്പീഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 1919 ആകുമ്പോഴേക്കും ഏകദേശം 28,000 സൊസൈറ്റികളും അതുപോലെ ആ സൊസൈറ്റികളിൽ 11 ലക്ഷം മെമ്പേഴ്സും, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മെമ്പേഴ്സ് 11 ലക്ഷവും, അതേപോലെ അവരുടെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ 15 കോടിയുമായി ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഫിഗർ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ആ ഒരു സ്പീഡപ്പ് ഗ്രോത്ത് നമുക്ക് കാണിക്കും. നെക്സ്റ്റ് വരുന്ന പാർട്ടാണ് 1919 വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നുള്ളത്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത് 1912, അതാണ് ബേസ് എന്നുള്ളത്. പക്ഷേ 1919 ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് പാസ് ചെയ്യുകയും ആ ആക്ടിൻ്റെ കീഴിൽ കോപ്പറേഷൻ ആസ് എ സബ്ജക്റ്റ് വാസ് ട്രാൻസ്ഫേർഡ് ടു എ പ്രൊവിൻസാണ്. പ്രൊവിൻസ് സബ്ജക്റ്റിലേക്ക് കോപ്പറേഷൻസിനെ മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇങ്ങനെ ബോത്ത് കേസുകൾ. അപ്പോൾ പല മേഖലകളിലും അതിൻ്റെ അധികാരം ആ സെൻട്രൽ ഗവൺമെൻറ്റിലായിരിക്കും, ചിലത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിരിക്കും, ചിലത് ബോത്ത് ബേസ്ഡ് ആയിട്ട് വരുന്ന രൂപത്തിലുണ്ട്. അതിന് ഷെഡ്യൂള് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പല കേസുകളിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇടയ്ക്കിലുള്ള പ്രോബ്ലംസൊക്കെ റൈസ് ചെയ്യുമ്പോൾ അതിൽ ചർച്ചകളൊക്കെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ പരിധിയിൽ വരുന്നതാണ്, സ്റ്റേറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നൊക്കെയുള്ള പല കോണുകളിൽ നിന്നുള്ള ചർച്ചകളിലൊക്കെ വരുന്നത്. ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു സിസ്റ്റം. അപ്പോൾ 1919 ഈ ആക്ട് വന്നതോടുകൂടി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള കോപ്പറേഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് അത് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ആക്ടിലെ പ്രൊവിൻസിൻ്റെ സബ്ജക്റ്റായിട്ട് മാറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1925 പാസ് ചെയ്തു. അതാണ് ഫസ്റ്റ് പ്രൊവിൻഷ്യൽ ആക്ട് ടു ബി പാസ്ഡ് എമംഗ് അതേഴ്സ് എന്നാണ് ഇൻട്രൊഡ്യൂസിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് വൺ മാൻ വൺ വോട്ട്. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസാണ് വൺ മാൻ വൺ വോട്ട് എന്നുള്ളത്. ഈ വൺ മാൻ വൺ വോട്ട് എന്നതോടുകൂടിയിട്ട് ആ ഒരു പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആദ്യമായിട്ട് പാസ് ചെയ്തത് ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1925 അതിനുശേഷം പല ആക്ടുകളും വന്നു. പിന്നെ നിങ്ങൾ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സിൽ പലതും പഠിച്ചിട്ടുണ്ട്. റോയൽ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ 1928, അത് കോപ്പറേറ്റീവ് സെക്ടറിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടർ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറിൽ നോൺ ക്രെഡിറ്റ് സെക്ടേഴ്സിലൊക്കെ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടുപോയി. അപ്പോൾ പല മേഖലകളിലും കോപ്പറേറ്റീവ് സെക്ടർ എന്ത് ചെയ്തു, അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ വർക്ക് തുടങ്ങി. ഇങ്ങനെയുള്ള പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസിൽ മാർക്കറ്റിങ്ങിലും അങ്ങനെയുള്ള ഓരോ മേഖലകളിലും പല മേഖലകളിലും വർക്ക് ക്രെഡിറ്റ് സൊസൈറ്റീസിന് പുറമെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളും വന്നപ്പോൾ അവിടെയൊക്കെ കോപ്പറേഷൻസ്
കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടികൾ നേരിടാൻ തുടങ്ങി. അതായത് മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷൻസിലൊന്നും ആ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഓഫീസ് ബിയറേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെയൊക്കെ ചെറിയ പ്രോബ്ലംസും ഡിഫിക്കൽട്ടീസും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്ന മൂവ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു കാലയളവിൽ നടന്നു പോകുന്നത്. പിന്നെ അതിനുശേഷമാണ് ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു 1929. അതുപോലെ RBI 1935 RBI 34 ഡെവലപ്മെൻറ്റ് വന്നു. RBI കേസ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അഗ്രികൾച്ചറൽ സെക്ടർ തന്നെ ഒരു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ RBIയുടെ വിങ്ങിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സാണ് 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നടന്ന എല്ലാ ആക്ടിൻ്റെയും പ്രത്യേകത ആ ഒരു ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ ഏത് പ്രൊവിൻസിൻ്റെ ലോസിലാണോ ആ സൊസൈറ്റി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ആ പ്രൊവിൻസ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ കീഴിൽ മാത്രമേ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. അതായത് മാക്സിമം പോയാൽ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് വിത്തിൻ ദി പ്രൊവിൻസ് ഓർ വിത്തിൻ ദി സ്റ്റേറ്റ് ആണ്. ആ ഒരു നാട്ടുരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെയോ ഉള്ളിൽ മാത്രമാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പരിധി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇവിടെയും പ്രോബ്ലംസ് വന്നു. നമ്മളെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് 2 സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ 2 പ്രൊവിൻസുകളിലൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള സൊസൈറ്റി ഏത് സൊസൈറ്റിയുടെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് ആക്ടിന് കീഴിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള പ്രോബ്ലംസ് അറൈസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 വന്നത്. അതായത് ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിഷൻസും ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ ഇതിൻ്റെ ആക്ടിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞിരിക്കുന്ന ആക്ടൊക്കെ ആ ഒരു പ്രൊവിൻസിൻ്റെ കീഴിൽ മാത്രമേ ആ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആ പ്രൊവിൻസിൻ്റെ കീഴിലായിരിക്കണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു ആക്ടിൻ്റെ കീഴിലാണ് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അവിടെ കണ്ടീഷൻസ് ഉണ്ട്. ഈ മസ്റ്റായിട്ടും ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ മോർ ദാൻ 1 സ്റ്റേറ്റ് ആകണം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലുള്ള മെമ്പേഴ്സ് കൂടിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ആക്ടാണ്. പിന്നീട് ഈ ആക്ട് 1984 എന്ത് ചെയ്തു, അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മേജർ അമെൻമെൻറ്റ് 2002 അമെൻമെൻറ്റ് നടത്തിയത്. അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആണ്. അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മാനേജ്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻസിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ 4th സെമസ്റ്ററിൽ. അതുപോലെ പ്രീ ഇൻഡിപെൻഡൻസ് ഡെവലപ്മെൻറ്റ് വന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. അതിൻ്റെ ശേഷമുള്ള അവസ്ഥ, ഡെവലപ്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഇയറ പഠിച്ചിട്ടുണ്ട്. അതിലെ ഓരോ 5 ഇയർ പ്ലാന് അതിൽ വരുന്നത്, അതിലാണ് ഓരോ പ്ലാനിലും കോർപ്പറേഷൻസിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം. പല കമ്മിറ്റികളും പല കമ്മീഷൻസൊക്കെ വന്ന് പല വ്യക്തികളുടെയും നേതൃത്വത്തിൽ ചെയർമാൻഷിപ്പിലും പ്രസിഡൻഷ്യൽഷിപ്പിലൊക്കെ പല കമ്മിറ്റിയും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പഠനം നടത്താൻ വേണ്ടിയിട്ട്. അതിൽ മേജറായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1951 ആണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സം ഇൻസ്റ്റിറ്റ്യൂഷൻ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിൽ വന്നിട്ടുണ്ട്. സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇങ്ങനെയൊക്കെ പറയുന്ന നെബാർഡ് ആക്ട് 1981 വന്ന നെബാർഡ് ആക്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984, അതുപോലെ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് 1990. നെക്സ്റ്റ് വരുന്നതാണ് കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2002, NCDC അമെൻമെൻറ്റ് ആക്ട് 2002, അതുപോലെ ടാസ്ക് ഫോഴ്സ് ഫോർ റിവൈവൽ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് ദെയർ ഓപ്പറേഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് ടൈപ്പ് സൊസൈറ്റീസ് പഠിച്ചു. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ്, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്,
നെക്സ്റ്റ് അഗ്രികൾച്ചർ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സെക്ടറുള്ള ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർത്ത് സെമസ്റ്ററിൽ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2002 കോപ്പറേറ്റീവ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആണ് നെക്സ്റ്റ് വരുന്നത് ഉള്ളത്. ഇതിനെ പറ്റിയിട്ടുള്ള റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് റീഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് 2005 വൈദ്യനാഥൻ കമ്മിറ്റി റിപ്പോർട്ട്, ആ ടാസ്ക് ഫോഴ്സ് എന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നത് 2005 വന്നത്, വൈദ്യനാഥൻ കമ്മിറ്റി റിപ്പോർട്ട്. പിന്നെ ലീഗൽ റെഗുലേറ്ററി റിഫോംസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഈ വൈദ്യനാഥൻ കമ്മിറ്റിയിൽ ലീഗൽ റെഗുലേറ്ററി റിഫോംസ് കുറച്ച് കാര്യങ്ങൾ റെക്കമെൻഡേഷൻ നടത്തിയിരുന്നു, ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ലെസൺസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മാറ്റേഴ്സിൽ മെഗ്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ സ്റ്റേറ്റ് 1919 അത് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റാക്കി മാറ്റിയതും, പിന്നെ അതേപോലെ തന്നെ 1925 ആദ്യത്തെ അതായത് 1 man 1 vote എന്നുള്ള രൂപത്തിൽ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും, പിന്നെ 1940-84 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ ചെറിയ അമെൻമെൻറ്റൊക്കെ വന്ന് മേജർ അമെൻമെൻറ്റ് പിന്നീട് വന്നിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് തന്നതിൽ ആ മെറ്റീരിയൽസിൽ ഉണ്ട് ആ ഐറ്റംസ്. അത് നിങ്ങൾ അതുപോലെ എക്സ്റ്റെൻസീവ് റീഡിങ്സിന് വേണ്ടിയിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 അതേപോലെ 84 2002 ഉള്ള ലിങ്കുകൾ നിങ്ങളുടെ മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഓൾ വ്യൂസ് സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള മെറ്റീരിയൽസ് ഫർദർ റീഡിങ്സിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെയും ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒന്ന് പോയി നോക്കുക, അവിടെ നിന്ന് മെറ്റീരിയൽസ് ഒന്ന് ഫർദർ റീഡ് ചെയ്ത് നോക്കുക, അതിന് വെച്ചിട്ടൊരു കൺക്ലൂഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഒന്നാമത്തെ ഭാഗത്ത് വരുന്ന ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗത്ത് വരുന്നത്.